ശ്രീ ശിവശങ്കർ, ഇനി കുറച്ച് സമയം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇന്ന് റിസൾട്ട് വന്നു. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ വോട്ടിൽ നാമമാത്രമായ മാറ്റമേ ഉള്ളൂ എന്നുള്ളതല്ല. ചെറിയ വർധനമുണ്ട്, നാമമാത്രമായ വർധനം, അതല്ല ഇവിടുത്തെ വിഷയം. അതിനപ്പുറത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ ബി.ജെ.പി അത്ര സജീവമായില്ല. 4-ാം സ്ഥാനത്ത് പോയി, പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇറങ്ങിയില്ല, അല്ലെങ്കിൽ സംഘടനാപരമായ ഒട്ടും സെറ്റല്ല പുതിയ നേതൃത്വം വന്നതിൽ പിന്നെ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ഉപചാല വർത്തമാനങ്ങളും ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 4-5 മാസമേ ഉള്ളൂ. അപ്പോൾ സംഘടന സെറ്റാണോ അല്ലയോ എന്നത് പരീക്ഷിക്കാനുള്ള ഒരു അവസരമായിരുന്നു നിലമ്പൂർ. അത് ഉപയോഗിക്കാതിരുന്നോ? ഇല്ല, അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി അടിത്തറ തുലവും കുറവാണ്, ഞങ്ങളുടെ വോട്ട് പെർസെൻറ്റേജ് കുറവാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും ഞങ്ങൾ വോട്ട് ചേർക്കുന്നതിൻ്റെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നതിൻ്റെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും വളരെ ശക്തിയായി പോകുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മിന്നുന്ന വിജയമുണ്ടാകും. പല കോർപ്പറേഷനുകളിലും പല മുനിസിപ്പാലിറ്റികളിലും ഞങ്ങൾക്ക് ഭരണം ഉണ്ടാകും. ഞാൻ പക്ഷേ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റുള്ള തെളിയിക്കും, കാലങ്ങൾ തെളിയിക്കും. ഏതായാലും വളരുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ബി.ജെ.പി തന്നെയാണ് കേരളത്തിലായാലും എന്നുള്ള കാര്യത്തിൽ അഭിലാഷനും തർക്കമുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ വിശ്വസിക്കുന്നു. ഇവിടെ എപ്പോഴും നിരന്തരം നമ്മുടെ ജയ്ക്ക് പോലും നെഹ്റുവിൻ്റെയൊക്കെ വലിയ ലെഗസി, അദ്ദേഹത്തിൻ്റെയും ലെഗസി പറയുമ്പോൾ അദ്ദേഹം നെഹ്റുവിൽ നിന്നൊക്കെ പഠിക്കണം ശ്രീ ജ്യോതികുമാർ എന്ന് പറയുമ്പോൾ ദയവായിട്ട് എൻ്റെ ആഗ്രഹം ജ്യോതികുമാറൊന്നും നെഹ്റുവിൽ നിന്ന് പഠിക്കരുത് എന്നാണ്. കാരണം ഈ സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നെഹ്റുവിനെ കുറിച്ച് പൊക്കി പറയുന്നുണ്ടെങ്കിലും 12ഓളം പുസ്തകങ്ങൾ അദ്ദേഹം നിരോധിച്ചിട്ടുണ്ട്. അതിൽ ചില പുസ്തകങ്ങളെക്കുറിച്ച് കോൺട്രവേഴ്സി ഉണ്ടാകാം. പക്ഷേ ഹാർമോണിയം വരെ നിരോധിച്ച ആളായിരുന്നു നെഹ്റു എന്നുള്ള ചരിത്രവും കൂടി നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അടുത്ത ലെഗസി, മറ്റൊരു ലെഗസി, മുസ്ലിം ലീഗിൻ്റെ ലെഗസി പറയുമ്പോൾ അദ്ദേഹം വളരെ ചാരുതയോടെ മഹാത്മാഗാന്ധി വധവും ബി.ജെ.പിയുടെയോ ആർ.എസ്.എസിൻ്റെയോ തലയിലേക്ക് വെക്കാൻ നോക്കി. കപൂർ കമ്മീഷനും അതിനുമുമ്പുള്ള പല കമ്മീഷനും അതുപോലെ തന്നെ കോടതി വിധികളിലും ഇതൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ലെങ്കിലും പൊതിഞ്ഞു പറഞ്ഞുകൊണ്ട് കോടതി വയത്തുകാരിക്കുക മറ്റുള്ള രീതിയിൽ അത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗാന്ധിവധത്തിൻ്റെ പിൻമാമ്പുറങ്ങളിൽ എങ്ങും ഞങ്ങളുടെ പേരിലെങ്കിലും 1.5 ബില്യൺ ആളുകളെ കൊന്നതിൻ്റെ ലെഗസി കൂടി ഇന്നീ പറയുന്ന പ്രസ്ഥാനത്തിലുണ്ട്. അതിനുശേഷം നടന്ന പല കലാപങ്ങളിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കലാപങ്ങളിലെല്ലാം ഈ ലെഗസിയുടെ ചരിത്രം കൂടി ഉണ്ട് എന്ന് നമ്മൾ തീരില്ല. അതാണ് അല്ല, ഗോദ്ര കലാപത്തെ താങ്കൾ മറന്നുപോയോ? ഗുജറാത്തിൽ നടന്ന ഞാൻ പറഞ്ഞത് ലെഗസി ഒറ്റ കാര്യം, കഥ പറയുമ്പോഴും ഗോദ്ര കലാപതൊക്കെ ഞങ്ങൾ നിരന്തരം പറഞ്ഞതാണ്. ഒരു സംശയം മണ്ഡലമുണ്ട്, ആ മണ്ഡലത്തിൽ രാമേശ്വരത്ത് നരേന്ദ്രമോദി മത്സരിക്കാൻ അല്ല, ഒരു കാര്യം ഞാൻ പറയാമെന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എതിർത്തോളൂ. ഒറ്റ കാര്യം, നിങ്ങളുടെ ലെഗസിയിൽ ഞങ്ങൾക്കല്ല സംശയം. നിങ്ങളുടെ കൊടി പിടിച്ച് സ്വന്തം പ്രസ്ഥാനത്തിന്റെ മറ്റൊരു നമുക്ക് സമയം അവസാനിച്ചു. വളരെ നന്ദി 4 പേർക്കും 5 പേർക്കും. സൂപ്പർ പ്രൈം ഡേ അവസാനിക്കുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരുപാട് പ്രത്യാഘാതങ്ങൾ, പ്രതിഫലനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതൊരു ദിശാസൂചകവുമാണ്.